പേരിൽ ഒരു ഉത്തരേന്ത്യൻ നഗരമുണ്ടെങ്കിലും ബോംബെ ജയശ്രീ തെന്നിന്ത്യൻ സംഗീതപ്രേമികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. ആവർത്തിച്ച് കേൾക്കുന്തോറും ഇഷ്ടം കൂടി വരുന്ന ഒരു മാന്ത്രികതയുണ്ട് ആ ശബ്ദത്തിന്. ശുദ്ധ സംഗീതത്തെ ഒരു സാധനയായി പിന്തുടരുമ്പോഴും ഇടയ്ക്കിടെ അതിമനോഹരമായ ചലച്ചിത്ര ഗാനങ്ങൾ പാടി സംഗീതപ്രേമികളെ അവർ വിസ്മയിപ്പിക്കാറുണ്ട്. വളരെ കുറച്ച് ഗാനങ്ങളെ മലയാളത്തിൽ ആലപിച്ചിട്ടുള്ളൂ എങ്കിലും പാടിയവയെല്ലാം ആരാധക മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയവയാണ്. പ്രശസ്തയായ സംഗീതജ്ഞയും തെന്നിന്ത്യയിലെ പിന്നണി ഗായികയുമായ ബോംബെ ജയശ്രീ എന്ന ജയശ്രീ രാമനാഥൻ. കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും തൻ്റെതായ വ്യക്തിമുദ്ര നൽകിയ സംഗീതജ്ഞയാണ് ബോംബെ ജയശ്രീ. സംഗീത അധ്യാപകരായ NN സുബ്രഹ്മണ്യത്തിൻ്റെയും സീതാ സുബ്രഹ്മണ്യത്തിൻ്റെയും മകൾ. കൽക്കട്ടയിലാണ് ജയശ്രീ ജനിച്ചത്. അധികം വൈകാതെ തന്നെ കുടുംബം ബോംബെയിലേക്ക് താമസം മാറി. ചെറുപ്പത്തിൽ തന്നെ കർണാട്ടിക് സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും വീണയുമെല്ലാം പഠിച്ചു. സംഗീതത്തിലെ ആദ്യ ഗുരുക്കന്മാർ അമ്മയും അച്ഛനും തന്നെയായിരുന്നു. ബോംബെ ജയശ്രീയുടെ തന്നെ വാക്കുകൾ: എല്ലാ ദിവസവും അതിരാവിലെ അച്ഛൻ പാടുന്നത് കേട്ടാണ് ഞാൻ ഉണരുന്നത്. പിന്നെ അച്ഛൻ്റെ ശിഷ്യർക്കൊപ്പം ഞാനും അത് കേൾക്കാനായി ചെന്നിരിക്കും. അച്ഛൻ്റെ മരണം വരെ അങ്ങനെ തന്നെയായിരുന്നു. അച്ഛൻ്റെ മരണശേഷം പിന്നെ അമ്മയായി എല്ലാം. അമ്മയ്ക്ക് അറിയുന്നത് സംഗീതം മാത്രമായിരുന്നു. അച്ഛൻ്റെ മരണശേഷം അമ്മ അടുത്ത വീട്ടിലെ കുട്ടികളെ സംഗീതം പഠിപ്പിക്കാൻ തുടങ്ങി. എല്ലാവരെയും പോലെ അമ്മ ചെറുപ്പത്തിൽ ഇഡലിയോ ദോശയോ ഉണ്ടാക്കി തന്ന ഓർമ്മയൊന്നും എനിക്കില്ല. ആരോ ഞങ്ങൾക്ക് തന്ന ചെറിയ റേഡിയോ ട്യൂൺ ചെയ്യുന്ന അമ്മയെയാണ് എപ്പോഴും ഓർമ്മ വരിക. വിവിധ് ഭാരതിയിലെ സംഗീത സരിത കേൾക്കാനുള്ള ശ്രമമാണത്. അതിനൊപ്പം അമ്മയും എൻ്റെ ചേട്ടന്മാരും ഞാനും പാടും. ഇതെല്ലാം പ്രഭാതത്തിലെ പൂജ പോലെയായിരുന്നു. ബോംബെ ജയശ്രീ ഓർത്തെടുക്കുന്നു. ബോംബെയിലെ വീട്ടിൽ മുഴുവൻ സമയവും സംഗീതമായിരുന്നു. എല്ലാത്തരം പാട്ടുകളും നമുക്ക് കേൾക്കണമെന്ന് അമ്മ എപ്പോഴും പറഞ്ഞു. ആകാശവാണിയിൽ കേട്ട ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സാധകം ചെയ്യുമ്പോൾ പാടി നോക്കുവാൻ അമ്മ നിർദ്ദേശിച്ചു. നിരവധി സംഗീത മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാൻ അമ്മ ശ്രദ്ധിച്ചു. പരസ്യ ചിത്രങ്ങൾക്കായി പാടിത്തുടങ്ങിയത് ഡിഗ്രി പഠനകാലത്താണ്. ഒരൊറ്റ വരിയിൽ ഒരു ഉൽപ്പന്നത്തെ പ്രകീർത്തിക്കുന്ന നിരവധി ജിങ്കിളുകൾ അന്ന് പാടി. ബോൺവിറ്റയുടെയും സൺഫ്ലവറിൻ്റെയും ഒക്കെ ശബ്ദമായി മാറി. ബോംബെയിൽ വരുന്ന എല്ലാ കലാകാരന്മാരുടെയും സംഗീത പരിപാടികളിൽ പങ്കെടുക്കുവാൻ അമ്മ നിഷ്കർഷത പുലർത്തിയിരുന്നു. അതിനുശേഷം അമ്മ അവരോടെല്ലാം പോയി സംസാരിക്കുകയും ഞാൻ സംഗീത വിദ്യാർത്ഥി എന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തു പോന്നു. ഒരു സംഗീത മത്സരത്തിൽ വിജയിയായപ്പോൾ എനിക്ക് സമ്മാനം നൽകിയത് വിശിഷ്ടാതിഥിയായി വന്ന ശ്രീ ലാൽഗുഡി ജയരാമനായിരുന്നു. മദ്രാസിലേക്ക് കുട്ടിയെ അയക്കൂ, ഞാൻ പഠിപ്പിക്കാമെന്ന് അമ്മയോട് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ 80കളുടെ തുടക്കത്തിൽ ഞാൻ മദ്രാസിലെത്തി. ലാൽഗുഡി ജയരാമൻ ലോകത്തിലെ തന്നെ മികച്ച വയലിനിസ്റ്റുകളിൽ ഒരാളായിരുന്നു. 100 കണക്കിന് കൃതികൾ സ്വന്തമായി കമ്പോസ് ചെയ്ത സംഗീതജ്ഞനും. അദ്ദേഹത്തിൻ്റെ അടുക്കൽ പഠിക്കാൻ ആരംഭിച്ചപ്പോൾ സംഭവിച്ചത് റീലേണിംഗ് ആണ്. അതുവരെയും പഠിച്ച സംഗീതത്തെ വീണ്ടും അഭ്യസിച്ചു എന്ന് വേണം പറയുവാൻ. എല്ലാവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കുവാനുണ്ട് എന്നതാണ് ഗുരുവിൻ്റെ അഭിപ്രായം. വളരെ ജൂനിയറായ കുട്ടികളുടെയൊക്കെ കച്ചേരി കേൾക്കുവാൻ അദ്ദേഹം പറഞ്ഞയക്കും. തിരികെ വരുമ്പോൾ അന്വേഷിക്കും ആ കച്ചേരിയിൽ നിന്നും എന്തെല്ലാം മനസ്സിലാക്കി. ആ ഗായകരുടെയൊക്കെ പോസിറ്റീവ് ഘടകങ്ങൾ എന്താണ്. എല്ലാവിധത്തിലും സംഗീതത്തെ അറിയാൻ അദ്ദേഹം കൂടെയുണ്ടായി. ജീവിതത്തെക്കുറിച്ചും നിരവധി കാര്യങ്ങൾ പഠന സമയങ്ങളിൽ അദ്ദേഹത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ആ ജീവിത പാഠങ്ങൾ തന്നെയാണ് ഇപ്പോഴും മുമ്പോട്ട് നയിക്കുന്നത്. ദൂരദർശനിലെയും റേഡിയോയിലെയും നിത്യസാന്നിധ്യമാണ് ബോംബെ ജയശ്രീ എന്ന കലാകാരി. ബോംബെ സർവകലാശാലയിൽ നിന്നും വാണിജ്യശാസ്ത്രത്തിൽ ബിരുദമെടുത്ത ജയശ്രീ പഠനകാലത്ത് തന്നെ മികവുറ്റ കലാകാരി എന്ന നിലയ്ക്ക് ധാരാളം പുരസ്കാരങ്ങൾ നേടുകയുണ്ടായി. തമിഴ് ചലച്ചിത്ര രംഗത്തെ പ്രഗത്ഭരായ സംഗീതജ്ഞരോടൊപ്പം ജോലി ചെയ്തിട്ടുള്ള ജയശ്രീ നിരവധി ചിത്രങ്ങളിൽ പാടിയിട്ടുണ്ട്. മിന്നലെ എന്ന ചിത്രത്തിലെ വസീകര, ഗജനിയിലെ സുട്ടും വിഴി സൂടാരെ, വേട്ടയാട് വിളയാടിലെ പാർത്ഥ മുതൽ നാളെ തുടങ്ങിയ ഗാനങ്ങൾ അവയിൽ ചിലത് മാത്രം. മലയാളത്തിലെ ഒരേ കടൽ എന്ന ചിത്രത്തിലെ പ്രണയസന്ധ്യ എന്ന് തുടങ്ങുന്ന ഗാനവും ഹിന്ദിയിലെ രഹ്നാ ഹേ തേരെ ദിൽ മേം എന്ന ചിത്രത്തിലെ സരാ സരാ എന്ന് തുടങ്ങുന്ന ഹിറ്റ് ഗാനവും ബോംബെ ജയശ്രീ ആലപിച്ചതാണ്.
2023 മാർച്ചിലാണ് മസ്തിഷ്ക രക്തസ്രാവത്തെ തുടർന്ന് ജയശ്രീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഒരു സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട് ലണ്ടനിലെത്തിയ ഗായികയെ ഹോട്ടൽ മുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും താക്കോൽ ദ്വാര ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ് ജയശ്രീ ആരോഗ്യം വീണ്ടെടുത്തത്. പ്രശസ്ത പിന്നണി ഗായകനും കമ്പോസറും മ്യൂസിക് പ്രൊഡ്യൂസറുമാണ് ബോംബെ ജയശ്രീയുടെ മകൻ അമൃത് രാമരാജ്. നേട്രിഗൻ സിനിമയിലെ ഇതുവും കടന്നുപോകും, സവാൻ ബേട്ടോ ജായെ, ഖോവിന അങ്കി തൊട്ടു തുടങ്ങിയ അനേകം ഹിറ്റ് ഗാനങ്ങളിലൂടെ അദ്ദേഹം പ്രശസ്തനാണെങ്കിലും വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലെ ഗാനത്തിലൂടെയാണ് മലയാളികൾക്ക് അദ്ദേഹം പരിചിതനായി തീർന്നത്. അതിലെ ജ്ഞാപകം എന്ന ഗാനം ആർക്കും മറക്കാനാവില്ല. ആശുപത്രി മുറിയിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കവെയാണ് അമൃത് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിനു വേണ്ടി പാട്ടൊരുക്കിയത്. സംഗീതത്തിന്റെ ശക്തിയാലാണ് അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതെന്ന് അമൃത് പറയുന്നു. ചിത്രത്തിനു വേണ്ടി ബോംബെ ജയശ്രീയും ഒരു ഗാനം എഴുതിയിട്ടുണ്ട്. ജ്ഞാപകം മോതുതേ എന്ന പാട്ട് പാടിയത് അമൃതും സിന്ദൂര ജിഷ്ണുവും ചേർന്നാണ്. ആ മെലഡിയും പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ആ പാട്ടിനെ കുറിച്ച് സിനിമയുടെ സംവിധായകൻ കൂടിയായ വിനീത് ശ്രീനിവാസൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെ: അമ്മയെ പരിചരിക്കുന്നതിനിടയിൽ ആശുപത്രി മുറിയിൽ വെച്ചാണ് അമൃത് ഗാനങ്ങൾക്ക് ഈണമൊരുക്കിയത്. ആശുപത്രിയിൽ മിനി സ്റ്റുഡിയോ സജ്ജീകരിച്ച് മനസ്സിൽ വരുന്ന ഈണങ്ങൾ അമ്മയ്ക്ക് പാടിക്കൊടുക്കും. എന്നിട്ട് എനിക്ക് അയച്ചു തരും. ഒരിക്കൽ അമൃത് അയച്ചു തന്ന ഈണത്തിന് ജയശ്രീ മാം വരികൾ എഴുതിയാൽ നന്നാവുമെന്ന ആഗ്രഹം അമൃതിനോട് പറഞ്ഞു. തൊട്ടടുത്ത ദിവസം പാട്ടിൻ്റെ ആദ്യ 4 വരി അമൃത് അയച്ചു തന്നു. അത് വായിച്ച് എനിക്ക് രോമാഞ്ചം വന്നു. ബോംബെ ജയശ്രീ എന്ന ഇതിഹാസത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് എനിക്ക് ലഭിച്ചത്. ആരാധകരുടെ പ്രാർത്ഥനകൾക്കൊടുവിൽ ബോംബെ ജയശ്രീ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറിച്ചു: നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലം കണ്ടു. ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. വീണ്ടും സംഗീത ലോകത്ത് സജീവമാവുമ്പോഴേക്കും ബോംബെ ജയശ്രീയെ തേടി ദേശീയ പുരസ്കാരവും എത്തിയിരുന്നു. സൗദി വെള്ളയ്ക്ക എന്ന സിനിമയിലെ ചായും വെയിൽ എന്ന പാട്ടിനാണ് അവാർഡ് കിട്ടിയത്. ആദ്യമായിട്ടാണ് അവർക്ക് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. 10 മാസം വയറ്റിൽ കിടന്ന് ജയശ്രീ മാഡത്തിന്റെ വാത്സല്യം താരാട്ടുപാട്ടുകൾ കേട്ട തൻ്റെ കുഞ്ഞിന് 1.5 വയസ്സിലും ഉറങ്ങാൻ അതേ പാട്ടുകൾ വേണം എന്നൊരച്ഛൻ പറയുന്നു. സാധാരണക്കാരനെന്നും പ്രശസ്തനെന്നും വിവേചനമില്ലാത്ത സംഗീതം ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ഇതുതന്നെയാണ് ബോംബെ ജയശ്രീ എന്ന ഗായികയുടെ സംഗീതത്തെ വ്യത്യസ്തമാക്കുന്നത്.